ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് മനസ്സിലായില്ലേ? ചപ്പാത്തി. ഇത് സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ. നല്ല റിച്ച് ആയിട്ടുള്ള ചപ്പാത്തി. അതിന് കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ചമ്മന്തി കൂട്ടിയിട്ടായാലും നമുക്ക് കഴിക്കും. ഒരു മാങ്ങ ചമ്മന്തിയോ നാളികേര ചമ്മന്തിയോ ഉണ്ടാക്കിയാലും മതി. കാരണം ഇതിലെല്ലാം മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ചപ്പാത്തിയിൽ തന്നെ ഉണ്ട്. പിന്നെ എത്ര നേരം കഴിഞ്ഞാലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ട് കൊടുത്തയക്കാൻ പറ്റിയതാണ്. അപ്പോൾ തന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയതായി ചപ്പാത്തി. എത്ര നേരം കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല. അതാണ് ഈ ചപ്പാത്തിയുടെ പ്രത്യേകത. സ്കൂളിൽ കുട്ടികൾക്ക് ചിലർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നേരം ഉണ്ടാവില്ല. അത്ര നേരത്തെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, 6 മണിക്കും 7 മണിക്കൊക്കെ. അവർക്കൊക്കെ കുറച്ചുകൂടെ നല്ല റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കണം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കുന്ന ദിവസം ഇതുപോലെ കൊടുത്തയച്ചാൽ മതി, നല്ലതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം, ബദാമാണ് കേട്ടോ. ബദാം നമ്മൾ എത്ര അളവാണ് പൊടി എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കയ്യിലുള്ള ബദാമൊക്കെ എടുക്കുക. ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ. അത് തലേദിവസം കുതിർത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. കുതിർത്തിയിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കുറേ വെള്ളമാകുമ്പോൾ ശരിക്കും അരിഞ്ഞ് കിട്ടില്ല. പിന്നെ ചപ്പാത്തിയിലേക്ക് കുഴയ്ക്കാനുള്ളതല്ലേ, അപ്പോൾ വെള്ളം കൂടുതൽ എടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് വെള്ളത്തിൽ, ഇതിപ്പോൾ ഒരു 10-15 ബദാം ഉണ്ടായിരുന്നു കേട്ടോ. അത് 1/4 കപ്പ് വെള്ളത്തിലാണ് അരച്ചെടുത്തത്. പിന്നെ നമ്മൾ 2.5 കപ്പ് പൊടിയാണ് എടുത്തത് കേട്ടോ. 2 കപ്പ് ആദ്യം ഇട്ടു, പിന്നെ അത് പോരാണ്ട് 1/2 കപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പ് ചേർക്കുക, പിന്നെ നമ്മൾ അരച്ച് കൊണ്ടുവന്ന ബദാമും കൂടെ ചേർക്കുക. ആ കപ്പ് 125 ml ആണ് കേട്ടോ. അത് 4 പ്രാവശ്യം എടുത്തു എന്ന് പറഞ്ഞാൽ അത് 2 കപ്പാണ് അളവ്. പിന്നെ ആ മിക്സിയിലെ ജാറ് കഴുകി, അപ്പോൾ ഇതിലത്തെ ഒന്നും കളയണ്ട, നമ്മുടെ ബദാമല്ലേ. അപ്പോൾ അതിൻ്റെ ലിഡും മിക്സിയുടെ ജാറിൻ്റെ ലിഡും അതൊക്കെ കഴുകി ഇതിൽ ഒഴിച്ചോളൂ കേട്ടോ. കളയരുത്, ഒന്നും വേസ്റ്റ് ആക്കരുത്. ഇത്രയും വിലപിടിപ്പുള്ള സാധനമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കറികളൊന്നും ഉണ്ടാക്കാൻ നേരമില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ചപ്പാത്തി തന്നെ കഴിച്ചാൽ മതി, നല്ലതല്ലേ. പാലിൽ മുക്കിയിട്ടോ ചായയിൽ മുക്കിയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ കുഴയ്ക്കാൻ അങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ തിരക്ക് പിടിച്ചിട്ടൊന്നും കുഴയ്ക്കണം കേട്ടോ. ഇതുപോലെ പതുക്കെ പതുക്കെ ഒന്നും ഇങ്ങനെ കുഴച്ചാൽ മതി, അധികം സമയമൊന്നും എടുക്കില്ല. മിക്സിയുടെ ജാറിലുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ അതേ നമ്മൾ ബാക്കി വെള്ളം, ഇത് ഇപ്പോൾ 1/2 കപ്പാണ് അളവ് കേട്ടോ. ഇതിലൊരു പാത്രം വെള്ളം എടുത്തു, അതായത് 125 ml ഒരു കപ്പാണ്. അതിലാണ് നമ്മളിപ്പോൾ അളന്നെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. നമ്മൾ ചപ്പാത്തിയുടെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിലൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്നത് കാണിക്കും. എന്നാലും ഇപ്പം ആ വീഡിയോസൊന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇത് കാണുമ്പോൾ ഒന്ന് കുഴയ്ക്കണത് മനസ്സിലാവണ്ടേ, അതാണ് വീണ്ടും കുഴയ്ക്കണത് ഇങ്ങനെ കാണിക്കണത്. കാരണം ചപ്പാത്തി കുഴയ്ക്കാനായിട്ടൊരു ദേഷ്യമൊന്നും വരരുത്, പതുക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുക. പിന്നെ നല്ല രസമായിട്ട് തോന്നും. നമ്മൾ മണ്ണിലൊക്കെ പണ്ട് കളിക്കില്ലേ, മണ്ണിൽ കൈയിട്ട് നനഞ്ഞ മണ്ണൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കുഴയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. അതുപോലെ വിചാരിച്ചിട്ട് ഇങ്ങനെ അതിൽ കളിക്കണ പോലെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് നോക്കിയേ, അപ്പോൾ നന്നായിട്ട് കിട്ടും. വെള്ളം കൂടുതൽ ഒഴിക്കാണ്ടേ. ഇപ്പോൾ 1/2 കപ്പിൻ്റെ ഇത് 2ാമത്തെ കപ്പാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളമായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 1.25 കപ്പോളം വെള്ളം, അത്ര വെള്ളം ഇപ്പോൾ 2.5 കപ്പ് പൊടിക്ക് ആവശ്യം വന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബദാം അരയ്ക്കാനായിട്ട് വെള്ളം എടുത്തില്ലേ, അതാണ് ആ 1/4 കപ്പ്. അപ്പോൾ ഇങ്ങനെ എല്ലാതും കൂടെ കുഴച്ച് അതിങ്ങനെ റഫായിട്ട് ഇങ്ങനെ വെക്കുക. അവിടെ മൂടി വെച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് പണിക്ക് വേണമെങ്കിലും പോവാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട്, ഇതിപ്പോൾ ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് ഇത് കുഴച്ചത് ബാക്കി. അപ്പോൾ പതുക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തത് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് കിട്ടും. ചിലവർക്ക് ചപ്പാത്തി കുഴയ്ക്കാണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയെ, ചിലവർക്കൊക്കെ ഇഷ്ടം, എല്ലാവർക്കും അറിയാം, പക്ഷേ ചിലവർക്കൊക്കെ അറിയില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ പതുക്കെ കുഴച്ചാൽ മതി. അപ്പോൾ അത് ചപ്പാത്തി കുഴയ്ക്കണത് ഒരു രസമായിട്ട് തോന്നും നമുക്ക്. വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ചപ്പാത്തി കുഴച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നും ചെയ്യണ്ട. ഇനി നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ബൗൾസാക്കി അവിടെ വയ്ക്കാം.
കയ്യിൽ കുറച്ച് ഇപ്പം നെയ്യാണ് കേട്ടോ, നെയ്യ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയ്യിലാക്കി എണ്ണയാക്കി, നെയ്യ് എന്തെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു എണ്ണ കയ്യിൽ തടവി കൊടുത്താൽ പിന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആദ്യം എല്ലാതും ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ എല്ലാതും ഇങ്ങനെ ബോൾസാക്കി വെക്കും. അപ്പോൾ പിന്നെ സുഖമല്ല, അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് പരത്തി എടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പാട്ട് എടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോ ബോൾസ് എടുക്കുക. അത് ഈക്വലായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരേ വലിപ്പത്തിൽ കിട്ടും നമുക്ക് ചപ്പാത്തി. അത് ഇങ്ങനെ തുറന്ന് വെക്കേണ്ട, അടച്ചു വെച്ചോ. ഇനി കഴിഞ്ഞു, ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തി ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഓരോ ബോൾസ് എടുക്കുക. അതിൽ ആ ഗോതമ്പ് പൊടി ആട്ടമാവാണ് കേട്ടോ, അത് ഒന്ന് കുറച്ച് തൂവി കൊടുക്കുക. കുറേ ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ മാത്രം. ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നിയാൽ കുറച്ച് പൊടി എടുത്ത് വീണ്ടും അതിൽ വിതറുക. കുറച്ച് വെള്ളം ഒഴിക്കണ പോലെ തന്നെ ഇതും കുറേശ്ശെ പൊടി ഇട്ടാൽ മതി. ഇതിന് സാവധാനം, അധികം ബലമൊന്നും കൊടുക്കണ്ട. ഇങ്ങനെ പരത്തുമ്പോൾ പതുക്കെ പരത്തിയെടുത്താൽ മതി, അധികം പ്രഷറൊന്നും കൊടുക്കണ്ട കേട്ടോ അങ്ങനെ പരത്തുമ്പോൾ. ഇവിടെ അത്ര സ്പീഡൊന്നുമില്ല പരത്താൻ, എന്നാലും ഏകദേശമൊക്കെ ഷേപ്പിലൊക്കെ വരും, അത്ര മാത്രമേ ഉള്ളൂ. ഇതിനേക്കാൾ നന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ വേറെ. ഇനി അതിൽ നമ്മൾ ലെയർ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഉള്ളിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കുക. കുറേയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ എല്ലായിടത്തും ഒന്ന് ബ്രഷ് കൊണ്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഒരു സൈഡ് ആദ്യം മടക്കുക. അതിലും കുറച്ച് നെയ്യ് കണ്ടില്ലേ, കുറച്ച് 2-3 തുള്ളി ഇങ്ങനെ ഒഴിക്കണുള്ളൂ. നെയ്യ് കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. നെയ്യ് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും ഒക്കെ നല്ലതാണ് നെയ്യ്. നല്ല പക്ഷെ നെയ്യ് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തോ, നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ നെയ്യ് ഇങ്ങനെ മൊരിച്ചെടുക്കുകയൊന്നുമില്ലല്ലോ, വറുത്തെടുക്കുകയൊന്നുമില്ലല്ലോ, ഇതിൽ പരട്ടണല്ലോ. ചുട്ട് കഴിഞ്ഞിട്ട് പരട്ടിയെടുക്കണേക്കാൾ ഇതിൻ്റെ ഉള്ളിലാകുമ്പോൾ നെയ്യൊന്നും എണ്ണമയൊന്നും ആവില്ല പുറത്തേക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മടക്കി ആ മടക്കിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നെയ്യോ ബട്ടറോ ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ സൺഫ്ലവർ ഓയിലോ എന്തായാലും വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഒരു ഓയിൽ പരട്ടി കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിലിപ്പോൾ നെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ നമ്മൾ ഉപയോഗിക്കണ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് പരട്ടി കൊടുക്കുക. നെയ്യും ബട്ടറാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണെന്ന് മാത്രം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഏത് ഓയിലായാലും എടുത്തിട്ട് ഇങ്ങനെ പരട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നെയ്യ് വാങ്ങിച്ച് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. എന്നിട്ട് നമ്മളതൊന്ന് വീണ്ടും പരത്തിയെടുക്കാം. ഷേപ്പൊന്ന് ഇത്തിരി പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 3-4 എണ്ണം ഇങ്ങനെ പരത്തി അവിടെ വെച്ചിട്ട് പിന്നെ ചുട്ടെടുക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ ഓരോന്നോരോന്ന് പരത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോഴത്തേ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ ആദ്യം കുറച്ച് നന്നായിട്ട് ചൂടാക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിനധികം ചൂടൊന്നും വേണ്ട ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ. മറ്റേ സിംഗിൾ ചപ്പാത്തി പോലെയല്ല ലെയർ ചപ്പാത്തി, ഇതിനധികം ചൂട് വേണ്ട, പക്ഷെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇത് ഈ ചപ്പാത്തി ചുടുന്നത് ശരിക്കും എഡിറ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതിൻ്റെ സമയമാണ്. 1 മിനിറ്റ് ഒരു 10 സെക്കൻഡ് അത്രേ എടുത്തിട്ടുള്ളൂ ഒരു ചപ്പാത്തി വെന്ത് കിട്ടാനുള്ള സമയം, അത്രേ എടുത്തിട്ടുള്ളൂ. എഡിറ്റൊന്നും ചെയ്യാണ്ട് തന്നെ ചെയ്തതാണ്. ഇത്ര സമയം മതി നമുക്കൊരു ചപ്പാത്തി വെന്ത് കിട്ടാൻ. അതിങ്ങനെ ഒരു സൈഡ് കുറേ നേരം ഇട്ട് വയ്ക്കരുത്, തിരിച്ചും മറിച്ചും ഇടയ്ക്കിടയ്ക്ക് ഓരോ സെക്കൻഡ് വീതം അങ്ങനെ ഇട്ടാൽ മതി. ആകെ 1 മിനിറ്റ് മതി ഈ ചപ്പാത്തി വെന്ത് കിട്ടാൻ തന്നെ. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പോൾ അല്ല, കൂടുതൽ ഫ്ലെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചപ്പാത്തി കരിഞ്ഞു പോകാൻ, അത് ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കണതാണ്. അല്ലെങ്കിൽ തുണി പോലെ ഇങ്ങനെ പിടിക്കുമ്പോൾ തോന്നും, അത്ര നല്ല ചപ്പാത്തിയാണ്. ഇങ്ങനത്തെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചാലേ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചപ്പാത്തി തന്നെ, സമയം പോയാലും ഇങ്ങനത്തെ ചപ്പാത്തി തന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ദേ 1 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 1 മിനിറ്റ് ഒരു 5 സെക്കൻഡൊക്കെ ആയിട്ടുണ്ടാവും, അത്രേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതേ നമ്മുടെ ചപ്പാത്തി വെന്തു. എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്ത വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.